وإلى حضرة سيدتنا أم المؤمنين خديجة الكبرى رضي الله عنها، وإلى حضرات ساداتنا البدريين رضي الله عنهم ورضوا عنه، وإلى حضرة شيخنا وسندنا قطب الأقطاب غوث الأعظم الشيخ محي الدين عبد القادر الجيلاني رضي الله عنه، وإلى حضرة شيخنا وسندنا سلطان العارفين السيد أحمد الكبير الرفاعي رضي الله عنه، وإلى حضرة شيخنا وسندنا وملاذنا سلطان الهند عطاء الرسول خواجة غريب نواز معين الدين حسن السنجري الأجميري رضي الله عنه، وإلى حضرة شيخنا وسندنا وملاذنا سلطان صوفي شهيد رضي الله عنه، وإلى حضرة شيخنا وسندنا سلطان إبراهيم بادش الأربدي رضي الله عنه، وإلى حضرات جميع الشهداء الأربديين رضي الله عنهم ورضوا عنه، وإلى حضرة شيخنا وسندنا إمامنا البوصيري رضي الله عنه، وإلى حضرة شيخنا وسندنا وملاذنا قطب العالم رئيس الزاهدين من مشارق الأرض إلى مغاربها الشيخ محمد أبي بكر بن كنيماح كويا مسليار المدوري رضي الله عنه، وإلى حضرة شيخنا عاشق الرسول عبد القادر المسليار الكندوري رضي الله عنه، وإلى حضرة شيخنا سيدنا تاج العلماء السيد عبد الرحمن البخاري رضي الله عنه، وإلى حضرات جميع مشايخنا وأساتذنا رضي الله عنهم ورضوا عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وعلى آله وصحبه وسلم. സർവ്വാദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാരെ, കരളിന്റെ കഷ്ണങ്ങളായ വിദ്യാർത്ഥിനികളെ, അല്ലാഹു ജല്ല ജലാലുഹു മുബാറക്കായ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ദാറുൽ ഹുദ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ എല്ലാ ആഴ്ചകളിലും നടന്നുവരുന്ന ഖസീദത്തുൽ ബുർദയുടെ ആത്മീയ മജ്ലിസിന്റെ പവിത്രമായ വാർഷിക സദസ്സിൽ
അൽഹംദുലില്ലാ വളരെ നല്ല ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം തന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പവിത്രമായ ശഅബാൻ വിട പറയുന്ന വളരെ പവിത്രമായ ഒരു സമയം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ ആഹ്വാനം വന്ന പവിത്രമായ മാസം. വശഅബാനു ശഹ്രി, ശഅബാൻ എൻ്റെ മാസമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ പവിത്രമായ ശഅബാൻ വിട പറയാൻ നിൽക്കുന്ന സമയത്ത് ഖസീദത്തുൽ ബുറുദയുടെ വാർഷിക സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പവിത്രമായ റമദാൻ നമ്മുടെ പടിവാതിക്കൽ വന്നു നിൽക്കുകയാണ്. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നതാണ്. എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ കരിച്ചു കളയുക എന്നർത്ഥമുള്ള റമദാൻ എന്ന പദം കൊണ്ട് പവിത്രമായ റമദാൻ മാസത്തിന് പേര് വെക്കാനുള്ള കാരണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ഇന്നമാ സുമ്മിയ റമദാനു യഹ്രിഖു ദുനൂബ ബിൽ അഅമാലി സ്വാലിഹ, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെയും അപരാധങ്ങളെയും പോരായ്മകളെയും കരിച്ചു കളയാൻ പ്രാപ്തമായ പര്യാപ്തമായ മാസമായതുകൊണ്ടാണ് പവിത്രമായ റമദാൻ മാസത്തിന് കരിച്ചു കളയുക എന്നർത്ഥമുള്ള പദം കൊണ്ട് പേര് വെക്കാനുള്ള കാരണമെന്ന് ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, ആ റമദാനിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുന്നതിനു മുമ്പ് തന്നെ ഈ പവിത്രമായ മാസം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ റജബിലും ശഅബാനിലും ബറക്കത്ത് ലഭിച്ച സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പവിത്രമായ റമദാൻ നമ്മുടെ ഖൽബ് നന്നാക്കാനുള്ള മാസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. തഖ്വയുണ്ടാവാൻ വേണ്ടിയാണ് റമദാൻ അല്ലാഹു നമുക്ക് നൽകിയത്. പവിത്രമായ ഖുർആനിൽ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, മുൻഗാമികൾക്ക് പവിത്രമായ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാവാൻ വേണ്ടിയാണെന്ന് പവിത്രമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ തഖ്വ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹൃദയത്തിലേക്ക് കരങ്ങളെ ചേർത്തു വെച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, ഇവിടെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മുടെ ഖൽബ് നന്നാക്കാനുള്ള മാസമാണ് റമദാൻ. ആ ഖൽബ് നന്നാവാതെ നമ്മൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. ഖൽബ് നന്നാക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഖൽബ് നന്നാക്കാതെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. പവിത്രമായ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച്, പവിത്രമായ ബുറുദയുടെ മജ്ലിസിൽ വെച്ച് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു പോവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഖൽബിന്റെ എല്ലാ രോഗങ്ങളും മാറ്റി നിർത്തണം. ഒരാളോടും വെറുപ്പ് പാടില്ല, ഒരാളെയും ഗീബത്ത് പറയരുതേ,
ഒരാളെയും നമീമത്ത് പറയരുത്. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ സയ്യിദുനാ റസൂലുള്ളാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഗീബത്ത് പറയൽ വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചാൽ അവൻ വ്യഭിചരിക്കുന്നത് വിവാഹത്തിന്റെ മുമ്പാണെങ്കിൽ അവനെ 100 അടിയടിക്കണമെന്നാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചത് അവന്റെ വിവാഹത്തിന് ശേഷമാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. ഓ മുഅ്മിനീങ്ങളെ, ആ വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് ഗീബത്ത് പറയലെന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം എത്രയാണ്, അതിന്റെ സീരിയസ്നെസ് എത്രയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല ബോധം നൽകണേ അല്ലാഹ്. ഒരാളെയും ഗീബത്ത് പറയരുത്, ഒരാളെയും കുറ്റം പറയരുത്. കളവ് പറയാതെ ശ്രദ്ധിക്കാൻ ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കിയത് കളവ് പറയൽ ഒരു തെറ്റല്ല എന്നാണ്. വളരെ ലാവിശായി കൂളായി കണ്ടതിനും പിടിച്ചതിനൊക്കെ കളവ് പറയുന്നവരാണ് നമ്മൾ. ഓ മുഅ്മിനീങ്ങളെ, അതെത്ര വലിയ തെറ്റാണ്. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നത് കാണാം. ദഅനി ഉമ്മി വറസൂലുള്ളാഹി ഖാഇദുൻ ഫീ ബൈതിനാ. മഹാനവറുകൾ പറയാണ്, എന്റെ വീട്ടിൽ റസൂലുള്ളയുണ്ട്. ആ സമയത്ത് എന്റെ പൊന്നുമ്മ എന്നെ വിളിച്ചു, ഹാ തആൽ ഉഅ്തീക ശൈആ. ഓ അബ്ദുല്ലാഹ്, ഒന്നിങ്ങോട്ട് വരണേ, ഞാൻ നിനക്കൊരു സാധനം തരാമെന്ന് പറഞ്ഞ് എന്റെ പൊന്നുമ്മ എന്നെ വിളിച്ച നേരം, ആ സമയത്ത് എന്റെ പൊന്നുമ്മാനോട് മുത്തുനബി ചോദിച്ചു, അമാ അറത്തി അൻ തുഅ്തീഹി. മോളെ, എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി തന്നെയാണോ നീ നിന്റെ പൊന്നുമോനെ വിളിച്ചത്? എന്റെ ഉമ്മ റസൂലുള്ളാഹിനോട് മറുപടി പറഞ്ഞു, ഉഅ്തീഹി തംറാ. ഞാൻ കാരക്ക കൊടുക്കാനാ നബിയെ വിളിച്ചത്. ആ സമയത്ത് പുന്നാര റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഉമ്മാനോട് പറഞ്ഞു, അമാ ഇന്നകി ലം തുഅ്തീഹി ശൈആ കുതിബത് അലൈകി കദിബാ. ഒന്നും കൊടുക്കാൻ ലക്ഷ്യം വെക്കാതെ നിന്റെ പൊന്നുമോനെ നീ വെറുതെ വിളിച്ചിട്ട് ഒരു സാധനം തരാമെന്ന് പറഞ്ഞ് വിളിച്ച് പറ്റിച്ചതാണെങ്കിൽ അതുവരെ കളവാണെന്ന് സ്വാദിഖുൽ മസ്തൂഖായ ജീവിതത്തിൽ കളവ് പറയാത്ത നായകർ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ചെറിയ മക്കളെ നമ്മൾ വിളിക്കുകയാണ്, മോനെ ഒന്നിങ്ങോട്ട് വരണേ, ഞാൻ നിനക്ക് മുട്ടായി തരാം, മഞ്ചു തരാം, സ്വീറ്റ്സുകൾ തരാം എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ ചിലപ്പോ നമ്മൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതുവരെ കളവാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാര നബി തങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് കളവ് പറയൽ തെറ്റാണെന്ന് പറഞ്ഞത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ നിന്നൊരിക്കലും കളവ് വരില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. പുന്നാര നബി തങ്ങളോടൊരു സ്വഹാബി വന്ന് ചോദിച്ചു, നബിയെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വ്യഭിചാരം സംഭവിച്ചു പോകുമോ നബിയെ? ഹൽ യസ്നിൽ മുഅ്മിനു യാ റസൂലല്ലാഹ്. പുന്നാര നബി തങ്ങളെ മറുപടി, അത്തകൂനു ദാഖ്. സാഹചര്യത്തിൽ അതുവരെ സംഭവിച്ചു പോയേക്കാം. അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയവൻ മുസ്ലിം അല്ല എന്ന് പറയാൻ വകുപ്പില്ല. വീണ്ടും ആ സ്വഹാബിയുടെ ചോദ്യം, ഹൽ യസ്രിഖുൽ മുഅ്മിനു യാ റസൂലല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യൻ കളവ് നടത്തുമോ നബിയേ? പുന്നാര നബി തങ്ങളെ മറുപടി,
സംഭവിച്ചു പോയേക്കാം സാഹചര്യമാണ്. അതിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങുന്നവൻ വിശ്വാസിയല്ല എന്ന് പറയാൻ വകുപ്പില്ല. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, വീണ്ടും ആ സ്വഹാബിയുടെ ചോദ്യം എന്താണെന്നറിയുമോ? ഹൽ യക്ദിബുൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യൻ കളവ് പറയുമോ നബിയേ? പൊന്നാര നബി തങ്ങളെ മറുപടി കേൾക്കണേ മുഅ്മിനീങ്ങളെ, കേൾക്കണേ ഉമ്മമാരെ, കേൾക്കണേ സഹോദരങ്ങളെ. ലാ, ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നൊരിക്കലും കളവ് വരില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ഈ ഖസീദത്തുൽ ബുറുദയുടെ മജ്ലിസിൽ വെച്ച് മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, പൊന്നാര നബി തങ്ങൾ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയ കളവ് പറയൽ ഇനി ഞാൻ ലാഘവത്തോടെ കാണില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ കാണാൻ ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി ഹഖ്ഖാ, ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് തവണ ഈ പവിത്രമായ ബുറുദന്റെ മജ്ലിസിന്റെ ബറക്കത്തുണ്ട്. ഈ വന്ന എല്ലാവർക്കും, ഉമ്മമാർക്കും, സഹോദരങ്ങൾക്കും, മുത്തഅല്ലിമീങ്ങൾക്കും പൊന്നാര നബി തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഒരു അവസരമാക്കണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ പൊന്നാര നബി തങ്ങളെ കാണാത്ത ഹതഭാഗ്യരിൽ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മളെ മജ്ലിസിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. രണ്ട് വാക്ക് സംസാരിച്ചതാണ്. അല്ലാഹു നല്ല ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്കൊക്കെ പരിചിതമായ നൂറാഗയ എന്ന ലോകമേറ്റുപാടിയ ഖസീദത്തുൽ ബുറുദയിൽ എല്ലാ മജ്ലിസിലും തിളങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട അസ്ഹർ റബ്ബാനി ഉസ്താദും നാഷണൽ സാഹിത്യോത്സവിൽ 2 തവണ ഖവാലിയിൽ ഫസ്റ്റ് നേടിയ പ്രിയപ്പെട്ട സൽമാൻ അലി കണ്ണൂരും സാഹിത്യോത്സവിൽ നിറഞ്ഞു നിന്ന് പലതവണ ഫസ്റ്റ് പ്രൈസുകൾ നേടിയ ബഹുമാനപ്പെട്ട മുർഷാദ് കാലിക്കറ്റ് അടക്കം നല്ല മാദിഹ്യങ്ങൾ നമ്മുടെ മജ്ലിസിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട റിയാസ് അന്തമാൻ നല്ല താളത്തിൽ നമുക്ക് മദഹിന് താളം പിടിച്ചു തരും. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല മദഹിന്റെ ഈരടികൾ നമുക്ക് കേൾക്കണം. ഖസീദത്തുൽ ബുർദ നമുക്ക് ചൊല്ലണം. അല്ലാഹു ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഷറഫൂറ്റ ഖുറൈശിയിൽ പിറന്നവർ ഹാഷിമിയിൽ ശുഹ്റായ മഹ്മൂദർ വരുന്നുണ്ടല്ലോ. ത്വാഹ ശൗക്കോടെ പുതുമരൻ ചമഞ്ഞുവല്ലോ. ഷറഫൂറ്റ ഖുറൈശിയിൽ പിറന്നവർ ഹാഷിമിയിൽ ശുഹ്റായ മഹ്മൂദർ വരുന്നുണ്ടല്ലോ. ത്വാഹ ശൗക്കോടെ പുതുമരൻ ചമഞ്ഞുവല്ലോ. അറബിലും ബദറേ അജബിലും ശുഹ്റേ ആരംഭ തറവാട്ടിലുദിത്ത നൂറേ ആറ്റലായ അബൂ താലിബ് എടുത്ത ഖൈറേ. ഷറഫൂറ്റ ഖുറൈശിയിൽ പിറന്ന
ഹാഷിമി ശുഹ്റായ മഹമൂദ് വരുന്നുണ്ടല്ലോ ത്വാഹ ചൗക്കോടെ പുതുമാർ ചമഞ്ഞുവല്ലോ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാകെ അതിവേഗം നിസ്കാര പായവിരിക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാകെ അതിവേഗം നിസ്കാര പായവിരിക്ക് പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളെ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളെ അന്യോന്യം പോരാടി നിൽക്കേണ്ട പുന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളെ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളെ അന്യോന്യം പോരാടി നിൽക്കേണ്ട പുന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട കാതൂരം കാതലി കഥ പേസും കാവലി കൺപാർത്ത മല്ലിക വല്ലി തടിയാറും മാനിൻ തൊടുവോ മെഹബൂബ് മനദുക്ക് കുളിരാകതേ മനദുക്ക് കുളിരാകതേ കാതോരം കാതലി കഥ പേസും കാവലി കൺപാർത്ത മല്ലിക വല്ലി തടിയാറും മാനിൻ തൊടുവോർ മെഹബൂബ് മനദുക്ക് കുളിരാകതേ മനദുക്ക് കുളിരാകതേ രജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണനെ പുണർന്ന് രജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണനെ പുണർന്ന് അജവാറാടി വിണ്ണും അരുളും മേരി ചന്തം അടരാളി തവസെറുവിൽ നൂറ് ചിന്തും ഷറഫാം തിരുക്കിറുഫാം ഇവർ ഭാഗ്യ വസന്തം ഭൂഗി സുഗന്ധം ഭാഗ്യ വസന്തം ഭൂഗി സുഗന്ധം രജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണൽ മേ പുണർന്ന് രജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണൽ മേ പുണർന്ന് ഫജ്റിലെ വറഖത്ത് ബിനു നൗഫൽ ഖിദജാരെ ഫിൽക്കി നബി ഖദീജത്തും തോഴികളും ചൊന്നാരെ ഫജ്റിലെ വറഖത്ത് ബിനു നൗഫൽ ഖിദജാരെ ഫിൽക്കി നബി ഖദീജത്തും തോഴികളും ചൊന്നാരെ നിജമവരോധി തിരുചേതി നിജം തുടർക്കനവിൻകിനാദി നിജമവരോധി തിരുചേതി നിജം തുടർക്കനവിൻകിനാദി അവർ താജവരമിറവേദ നീളം താമുറുലകൾക്കും നേത അവർ താജവരമിറവേദ നീളം താമുറുലകൾക്കും നേത ബി ഖദീജ ഉങ്കൾ നാജ തിങ്കൾ താജ തിരുമണ്ണമുരത്തിടുന്നേ മണമുരത്തിടുവേ 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 രജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണൽ മേ പുണർന്ന് രജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണൽ മേ പുണർന്ന് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശി കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശി
ഖുറൈശി കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശി കല്യാണരാവ് മെഹബൂബ് നൂറുൽ അമീനോരേ രാവ് മെഹബൂബ് നൂറുൽ അമീനോരേ രാവ് മുഹബ്ബത്തിൻ ബീവി ത്വാഹിറ വിളങ്ങും രാവ് ഉണ്ടനും മിഷ്കത്ത് വാരിക്ക് ബന്ധിടെ ഗുർണി സാവര പരിശാനതും വടിവാൾ മുഖമാം വിളമ്പിടല അവരന്തരമേലുള്ള ചന്ദ്രനും കതിരോനിലും തെളിവാ ഉണ്ടനും മിഷ്കത്ത് വാരിക്കൽ ബന്ധിടെ ഗുർണി സാവര പരിശാനതും വടിവാൾ യുഗമാം വിളമ്പിടല അവരന്തരമേലുള്ള ചന്ദ്രൻ കതിരോനിലും തെളിവാ சாவலர் உங்கள் கஸ்தூரி மணமாகுதே ரோசாவே இந்த வாசாவலர் உங்கள் கஸ்தூரி மணமாகுதே முக்தாரே ஆலம் முஷ்தாக்கின் பானம் முக்தாரே ஆலம் முஷ்தாக்கின் பானம் செல்வழி சேர்த்து வச்சோரே செல்வழி சேர்த்து வச்சோரே ரோசாவே வாசாமலர் உங்கள் கஸ்தூரி மணமாகுதே ரோசாவே இந்த வாசாமலர் உங்கள் கஸ்தூரி மணமாகுதே காதோரம் காதலி கதை பேசும் காவலி கண் பார்த்த மல்லிகவல்லி தனியாரும் மாதின் தொடுவோர் மஹபூப் மனதுக்கு குளிராவதே மனதுக்கு குளிராகுதே காதோரம் காதலி கதை பேசும் காவலி கண் பார்த்த மல்லிகவல்லி தனியாரும் மாதின் தொடுவோர் மஹபூப் மனதுக்கு